ഹലോ ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ട് കേട്ടോ. ഇന്ന് രാവിലെ 6:15 ഏട്ടനൊരു ഓട്ടം ഉണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടന് കഴിച്ചു പോകാൻ വേണ്ടിയിട്ട് ഞാൻ ദോശ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ബാക്കി കുറച്ച് മാവും കൂടി ഉണ്ട്, അതും കൂടി ഉണ്ടാക്കാനുണ്ട്. പിന്നെ എന്താ ചായയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ദോശയ്ക്ക് കഴിക്കാനായിട്ട് ഇന്നലെ വൈകുന്നേരം സോയാബീൻ റോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുണ്ട്. അപ്പോൾ അത് കൂട്ടിയിട്ടാണ് കേട്ടോ ഏട്ടൻ ദോശ കഴിച്ചത്. ബാക്കി കുറച്ച് ഞങ്ങൾക്കുണ്ട്. ബാക്കി കുറച്ചും കൂടെ മാവുണ്ട് ദോശ ചുടാനായിട്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതൊന്ന് നമുക്ക് ചുട്ടെടുക്കണം കേട്ടോ. രാവിലെ എണീറ്റപ്പോൾ മുതലുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അടുക്കളയിൽ നല്ല തിരക്കട്ട പണിയിലാണ് ഉണ്ടായിരുന്നത്. ഏട്ടന് ചായയും പലഹാരമൊക്കെ കൊടുത്ത് വിട്ടതിന് ശേഷമാണ് കേട്ടോ ഞാൻ വീഡിയോസ് ഒക്കെ എടുക്കണത്. 1-2 ദോശ ചുട്ടെടുക്കാനുള്ള മാവേ ഇനി ബാക്കിയുള്ളൂ. അതും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദോശയുടെ പരിപാടി കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ ദോശ ഉണ്ടാക്കൽ കഴിഞ്ഞു. ഇനി മാവ് കലക്കിയ പാത്രത്തിൻ്റെ അടിയിൽ കുറച്ച് മാവ് ഒട്ടി പിടിച്ചിരിക്കുന്നുണ്ട്. അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ നന്നായി വടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കയ്യിലിൻ്റെ കണയും കൊണ്ട് തന്നെയാണ് വടിച്ചെടുക്കണത്. കലക്കി ഒഴിച്ചിട്ടൊരു അപ്പം ഉണ്ടാക്കുമല്ലോ, അതേപോലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മാവ് വെറുതെ വേസ്റ്റ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യണത്. അല്ലെങ്കിലും ആ അവസാനം ഉണ്ടാക്കണ ആ ഒരു ദോശയ്ക്കൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അമ്മ ദോശ ഉണ്ടാക്കുമ്പോൾ ലാസ്റ്റത്തെ ആ ഒരു ദോശയ്ക്ക് വേണ്ടിയിട്ട് ഞാനും എൻ്റെ ഏട്ടനും കാത്തിരിക്കും കേട്ടോ. ഞങ്ങൾ എന്നിട്ട് നടുപൊട്ടിച്ചിട്ടാണ് കേട്ടോ തരും അമ്മ. ഒരു കഷ്ണം എനിക്കും ഒരു കഷ്ണം അവനുമായിട്ട് തരും. നല്ല മുരിഞ്ഞ ദോശ, നല്ല എണ്ണയിലിട്ട് മുരിച്ച ഒരു പ്രത്യേക ഒരു കറുമുറുന്നനൊക്കെ കഴിക്കണ ഒരു ടേസ്റ്റ് ഔട്ട് ഉണ്ടാവും അതിന്. ഞാനാണെങ്കിൽ ആ അടി പിടിച്ച മാവിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ വെള്ളം അധികമാകുമെന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷെ വെള്ളം കറക്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. നമുക്ക് നല്ല പോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. മുരിഞ്ഞൊക്കെ വന്നപ്പോൾ നല്ലൊരു അസല് ദോശ ഇട്ടുണ്ട് കേട്ടോ. നല്ല കാണാനും ഒരു നല്ലൊരു ഭംഗിയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആയിരുന്നു കേട്ടോ, നല്ല മുരുമുരുന്നനായിരുന്നു ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ചോറിൻ്റെ പരിപാടി നോക്കിട്ടോ. ചോറിനുള്ള വെള്ളം വെച്ചു. എന്നിട്ട് പിന്നെ കുറച്ച് തുണികളുണ്ടായിരുന്നു, അത് സോപ്പ് വെള്ളത്തിലിട്ട് തേച്ചു കേട്ടോ. ഞാൻ നേരത്തെ തുണികളൊക്കെ തിരുമ്പാന്ന് വിചാരിച്ചിട്ടാണ്. ഇതിവിടെ കടന്ന് കുതിരട്ടെ. പൂമ്പാറ്റിക്ക് പോയിട്ട് നമുക്ക് ചായയൊക്കെ കൊടുക്കാം കേട്ടോ. അവൾക്ക് സ്കൂളിലേക്ക് പോകാറാകുമ്പോഴേക്ക് ചായ കൊടുക്കണം. അതുപോലെ അരി നമുക്ക് തിളച്ചിട്ടുണ്ടെങ്കിൽ അരി ഇടണം. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. രാവിലെ എണീറ്റ് ഏറ്റവും വലിയ താമസം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവൾക്ക് ഈ ഫുഡ് കൊടുക്കലാണ് കേട്ടോ. ഈ ഭക്ഷണം ഒന്ന് വയറ് നിറച്ച് സ്കൂളിലേക്ക് വിടണമെന്നുള്ളൊരു പാട് എന്താണെന്നറിയോ? ഇവരുടെ എന്ത് കഴിഞ്ഞാലും ഭക്ഷണം കഴിക്കലും കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ടാവില്ല. കാരണം നമ്മൾ വാരി കൊടുക്കുകയാണെങ്കിലും അതെ കളിച്ചുകൊണ്ട് നിൽക്കും. ഇന്നത്തെ ടാസ്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുടി കെട്ടലാണ് കേട്ടോ. മുടി പിന്നെ എങ്ങനെയെങ്കിലും ചീന്തി വിടാമെന്ന് വിചാരിക്കുക, പക്ഷെ ഭക്ഷണം കഴിക്കാണ്ട് വിടാൻ പറ്റില്ലല്ലോ. ഇനിയിപ്പോൾ മുടി കൊമ്പ് കെട്ടാനും ഒന്നിനും സംഭവിച്ചിട്ടില്ലെങ്കിൽ എന്ത് കാണിക്കുക, വെറുതെ ഒന്ന് ചീന്തിയിട്ട് ഹെയർ ബാൻഡ് വെച്ച് പോവുക. അധികം മുടിയൊന്നും ഇല്ലല്ലോ. ഇവൾക്ക് ഭക്ഷണം കൊടുത്ത് കഴിയുമ്പോഴേക്കും അരി തിളയ്ക്കും, അപ്പോൾ അരി ഇടണം. അങ്ങനെ അവളുടെ ഭക്ഷണം കഴിക്കലും അരിയിടലൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ഇതായി തുണികളൊക്കെ തിരുമ്പിയിട്ടു കേട്ടോ. പൂമ്പാറ്റയുടെ സ്കൂൾ വണ്ടി രാവിലെ നേരത്തെ വരുന്നത് കാരണം കൊണ്ട് തിരുമ്പലും തൂക്കലൊക്കെ ഞാൻ അവളെന്നെ സ്കൂളിൽ വിട്ടതിന് ശേഷം കേട്ടോ. ഇന്ന് പുതപ്പും വിരിപ്പൊക്കെ തിരുമ്പാനുള്ള കാരണം കൊണ്ടാട്ടോ നേരത്തെ തിരുമ്പിയത്. തുണി തിരുമ്പൽ കഴിഞ്ഞ് വന്നിട്ട് ഞാൻ അവളെന്നെ കുളിപ്പിച്ചു. പിന്നെ ഞാൻ കുളിച്ചു. അത് കഴിഞ്ഞിട്ട് അവൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇന്നലെ കൊണ്ടുവന്ന സോയാബീനിൽ ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്ന് ഫ്രൈ ചെയ്തിട്ട് കൊടുത്തു വിടാമെന്ന് കരുതിയിട്ട്. അപ്പം ഞാൻ കുറച്ച് മുളക് പൊടി, കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല ഞാനിവിടെ പട്ടയൊക്കെ വാങ്ങിയിട്ട് പൊടിച്ചതാണ് കേട്ടോ. പൊടിച്ചത് അങ്ങനെ വാങ്ങിക്കല്ല കേട്ടോ ചെയ്തത്. പൊടിച്ചിട്ട് ഞാൻ ഒരു ഡപ്പയിലിട്ട് വെച്ചൊക്കെയാണ്. ഹോം മെയ്ഡ് ഗരം മസാല പൊടി. അതുപോലെ അതാ കുറച്ച് കുരുമുളക് പൊടി ഉണ്ട്, അത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി കുറച്ച് പൊടിച്ച് വെക്കണം. പൊടിച്ച് വെച്ചതൊക്കെ തീർന്നു. പിന്നെ ഞാൻ കുറച്ച് പെരിഞ്ജീരകം ചേർക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഗരം മസാല പൊടിച്ചതിലുണ്ടെങ്കിലും കൂടിയിട്ട് ഞാൻ വേറെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, പെരിഞ്ജീരകം ഒറ്റയ്ക്കായിട്ട്. അപ്പം ഞാൻ അതിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അവൾക്കാണെങ്കിൽ നിർബന്ധമാണ് കേട്ടോ സ്കൂളിലേക്ക് എന്തെങ്കിലും കൊണ്ടുപോകണം എന്നുള്ളത്. അത് കൊടുത്തു വിട്ട സാധനം തന്നെ ദിവസം കൊടുത്തു വിടുന്നത് അവൾക്ക് ഇഷ്ടമല്ല. വേറെ എന്തെങ്കിലും വേണം അങ്ങനെ പറയും കേട്ടോ. നിർബന്ധം എന്ന് പറഞ്ഞാൽ സ്കൂളിൻ്റെ നിർബന്ധമല്ല കേട്ടോ, അവളുടെ നിർബന്ധമാണ്. പിന്നെ ഇല്ല പൊന്നോ ഇത് മാത്രം ഉള്ളടാ, ഇത് കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ കേൾക്കൂട്ടോ. അങ്ങനെ അങ്ങോട്ട് വാശി പിടിക്കൊന്നുമില്ല, പക്ഷെ പറയും കേട്ടോ ഇതന്നെ വേണ്ട എന്ന് പറയും. അവളെന്തെങ്കിലും ആവശ്യപ്പെട്ടാലേ ഇന്നത് കാരണം കൊണ്ടാണ് കേട്ടോ വാങ്ങി തരാത്തത് എന്ന് പറഞ്ഞിട്ട് ആ കാരണം അങ്ങോട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൾ സോൾവ് ആവും.
ഇപ്പം തന്നെ കുട്ടികൾ സ്കൂളിലേക്ക് ലിപ്സ്റ്റിക്ക് ഇട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ലിപ്സ്റ്റിക്കിനെ 2x എന്നാട്ടോ പറയുക. ലിപ്സ്റ്റിക്ക് ഇട്ട് തരണം എന്നുള്ളതിനെ 2x ഇട്ട് തരണം എന്നാട്ടോ പറയുക. അമ്മയ്ക്ക് ചുണ്ടത്ത് 2x ഇട്ട് താന്നാട്ടോ പറയുക. ഇന്നലെ വന്നപ്പോൾ അവള് പറയുകയാണ്, അമ്മ എനിക്ക് കണ്ണിൻ്റെ മുകളിൽ 2x ഇട്ട് തരണം എന്ന്. അപ്പം എനിക്ക് സംഗതി മനസ്സിലായി, ക്ലാസ്സിൽ ഏതോ കുട്ടി കണ്ണിൻ്റെ മുകളിൽ ഐഷാഡോ ഇട്ട് വന്നിട്ടുണ്ട്, അതാണ് പറയണത്. പിന്നെ ഉണ്ടല്ലോ, ഈ ഒരു ചെടിയുടെ പേര് എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോഴും അറിയില്ല കേട്ടോ. ഞാനിതിനെ മായ്പ് തണ്ട്, മായ്പിൻ്റെ ഇല അങ്ങനെയൊക്കെ കേട്ടോ പറയുക. പണ്ട് നമ്മൾ സ്കൂളിലേക്കൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ലേ സ്ലേറ്റ് തുടയ്ക്കാനും ഒക്കെ വേണ്ടിയിട്ട്, ആ ഒരു ഇലയാണ് കേട്ടോ അത്. ഞാനൊക്കെ സ്കൂളിലേക്ക് പോകുമ്പോൾ ഈ ഇല എടുക്കും, പിന്നെ മുളയുടെ തണ്ട് ഉണ്ടാവില്ലേ, മുളന്തണ്ട്, അതും എടുക്കും കേട്ടോ. പക്ഷെ എൻ്റെ അമ്മ ചീത്ത പറയും കേട്ടോ, മുളന്തണ്ട് എടുക്കരുത്, സ്ലേറ്റിന് നിറം പിടിക്കില്ല പറഞ്ഞിട്ട്. ഇതാ നമ്മുടെ പൂമ്പാറ്റയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വറുത്ത സോയാബീനൊക്കെ നല്ല ചൂടാറിയിട്ടുണ്ട് കേട്ടോ. ഇനി അവളുടെ കറിപാത്രത്തിലേക്ക് അതാക്കണം. അവൾക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ മുഴുവൻ അവൾക്ക് തന്നെ ആക്കുക കേട്ടോ. അധികം ഒന്നും ഉണ്ടായിരുന്നില്ല, കുറച്ച് അവൾക്ക് കൊണ്ടുപോകാൻ പാകത്തിന് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ മുഴുവനും അവളുടെ പാത്രത്തിലാക്കുന്നുണ്ട്. ഇനി അവളുടെ വാട്ടർ ബോട്ടിലും അതുപോലെ സ്നാക്സ് ബോക്സും നമുക്ക് കറിപ്പാത്രവും എല്ലാം നമുക്ക് ബാഗിൽ സെറ്റാക്കി വെക്കാം കേട്ടോ. പിന്നെ ഇന്ന് അവൾക്ക് പാലുള്ള ദിവസമാണ് കേട്ടോ. പാലുള്ള ദിവസം കപ്പ് കൊണ്ടുപോകണം കേട്ടോ. കപ്പ് കൊണ്ടുപോയിട്ടില്ലെങ്കിൽ അവരുടെ സ്നാക്സ് ബോക്സിലാണ് ഇത്ര പാല് കുടിക്കാൻ കൊടുക്കുക. ഒരു തവണ പാലുള്ള ദിവസം ഞാൻ കപ്പ് കൊടുത്തേക്കാൻ മറന്നു. അതിനിവിടെ സ്കൂൾ വിട്ട് വന്നിട്ട് എന്താണെന്ന് വെച്ചിട്ട് അംഗം മായ്പ തണ്ടിൻ്റെ ഡപ്പിയും കൂടി ഞാൻ ബാഗിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനിങ്ങനെ മായ്പ് തണ്ട് ഇങ്ങനെ ആക്കുന്നത് കണ്ടപ്പോൾ ഏട്ടൻ പറയുകയാണേ, ഇതും കൊണ്ട് എന്താ പറയുക സ്ലേറ്റ് തുടയ്ക്കണത് നല്ലതാണ്, നല്ല നിറം വെക്കുന്നത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക എഴുത്ത് പോകാൻ വേണ്ടിയിട്ട് മാത്രമാണ് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതുകൊണ്ട് കളറ് പിടിക്കുന്ന നിറം സ്ലേറ്റ് നിറം വെക്കുന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു വീഡിയോ ആയിരുന്നു. അടുത്തൊരു നല്ലൊരു വീഡിയോയിൽ കാണുന്നവർക്ക് എല്ലാവർക്കും താങ്ക് യു.